സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഒരുപാട് കാലം നിങ്ങൾ കാത്തിരിക്കുന്നു. സോ റിസൾട്ട് ഇതാ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാം. ദ നോർമലൈസ്ഡ് സ്കോർ സെക്യൂർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ ദ എഞ്ചിനീയറിംഗ് ഫാർമസി CBT എൻട്രൻസ് എക്സാമിനേഷൻ ആർ പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, www.ce.kerala.gov. എന്ന സൈറ്റിൽ പോവുക. അവിടെ പോയതിനു ശേഷം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. അവിടുന്ന് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റിസൾട്ട് എന്നൊരു മെനു കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് തരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ, ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളുടെ കീമിൻ്റെ നോർമലൈസ്ഡ് സ്കോർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, പേഴ്സൻറ്റേജ് സ്കോറും കാണാൻ പറ്റും. ഈ ഒരു മാർക്ക് വെച്ചിട്ടല്ല നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് തീരുമാനിക്കുന്നത്. ഈ ഒരു മാർക്കിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടുന്ന നോർമലൈസ്ഡ് സ്കോറിൻ്റെ കൂടെ നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യും. ആ മാർക്ക് വെച്ച് 600 മാർക്കായിരിക്കും എന്ത് യൂസ് ചെയ്യുക, നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, +2 മാർക്ക് ഇനി ആഡ് ചെയ്യേണ്ടി വരും. CBSEൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നു, സ്റ്റേറ്റിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് എൻട്രൻസ് നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യുന്നൊരു സമയം തരും. ആ സമയത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, +2 മാർക്ക് ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കീമിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഇത് ജസ്റ്റ് സ്കോർ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ സ്കോർ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, സ്കോർ വൃത്തിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് കോളേജ് പ്രഡിക്ഷൻ ആവശ്യമുള്ളത് ജസ്റ്റ് ഈ കോളേജ് പ്രഡിക്ടർ നോക്കുക. നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടണം മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസിൻ്റെ കോളേജ് പ്രഡിക്ടറിലോട്ട് പോവുക. അവിടെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റാങ്കും അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഡിവിഷൻ ആണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണ് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജ് കിട്ടാനാണ് ചാൻസസ് സിമ്പിളായിട്ട് മനസ്സിലാവും. ചെറിയ എറർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു 90 അല്ലെങ്കിൽ 80 to 90% ഷുവറാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ പാസ്സായോ എന്നുള്ള അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. എന്നാലും നമുക്ക് അടുത്ത വീഡിയോസ് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വീഡിയോ ചെയ്യും. അല്ലാതെ വെറുതെ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ, പ്രോബ്ലംസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് വീഡിയോ വേണമെങ്കിൽ ചെയ്തുതരാം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നേടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. So stay with the channel and be with the channel. It's for you, not for me.